നിൽക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആരാധനയിലൂടെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഒരു നോമ്പുകാലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ അൻപിനായി തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ഈ നോമ്പ് കാലഘട്ടം ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളെ വിശുദ്ധീകരണത്തിലേക്കും ദൈവീക അനുഭവങ്ങളിലേക്ക് വഴി നടത്തുന്ന ഒരു ആത്മീയ അനുഭവമാക്കി തീർക്കണമേ. തിരുസന്നിധിയിലായിരിക്കുന്ന ജനത്തോട് മനസ്സലിയണമേ. അടിയനെ അവിടുത്തെ ക്രൂശിന്റെ മറവിൽ വഹിച്ചു കൊള്ളണമേ. ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് ആത്മീയമായ പരിപോഷണം നൽകുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത ആരാധനയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച വയനാട് വെച്ച് നടന്നതായ പാസ്റ്റേഴ്സ് റിട്രീറ്റിൽ പങ്കെടുക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചു. വളരെ അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മ അനുഭവിക്കുവാനും ശുശ്രൂഷയിൽ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും സർവശക്തനായ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭ ഒരു 64ാമത് സഭാദിനം സമുചിതമായി ആഘോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. വളരെ സന്തോഷകരമായ നാളുകളായിരുന്നു. ആ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആലസ്യത്തിൽപ്പെട്ട് നാം വീണ്ടും പിന്നോക്കം പോകാതെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിലായിരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ആലോചന നൽകുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഈ ഫെബ്രുവരി 14, അതായത് ബുധനാഴ്ച, ചാമ്പൽ ബുധനാഴ്ചയായിരുന്നു. അന്നു മുതൽ ക്രൈസ്തവ സഭ വീണ്ടും ഒരു നോമ്പ് ആചരിക്കുകയാണ്. നോമ്പാചരണങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതും ആത്മീയതയുടെ തലങ്ങളിലേക്ക് നമ്മെ ഉയർത്തുന്നതും നമ്മുടെ ജീവിതത്തെ ദൈവവുമായുള്ളതായ ഒരു ബന്ധത്തിലേക്ക് നമ്മെ ഊട്ടി ഉറപ്പിക്കുന്നതും തകർന്നു പോയതായ മാനുഷിക ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിച്ച് അവയെ വീണ്ടും വീണ്ടും ശക്തമായ ഒരു ബന്ധത്തിലേക്ക് നാം കടന്നു വരേണ്ടതായ ആവശ്യകതകളെ കുറിച്ചാണ് നമ്മെ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ മതങ്ങളിലും നോമ്പ് കാലങ്ങളുണ്ട്. ക്രൈസ്തവ സഭയും നോമ്പ് ആചരിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭയുടെ നോമ്പാചരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപുള്ളതായ 40 ദിവസങ്ങളാണ് അതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നോമ്പ് നാം ആചരിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടുള്ളതായ ഒരു ബന്ധത്തിൽ ആയിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആലോചന പറയുവാനുള്ളത്. പലപ്പോഴും ഒരു അധരജൽപ്പനമായിട്ടോ ആചാരമായിട്ടോ നാം അതിനെ കാണാതെ നമ്മുടെ ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയതയുടെ അനുഭവമാക്കി ഈ നോമ്പാചരണങ്ങൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. നോമ്പ് എന്ന് പറയുമ്പോൾ അൻപിനായി ദൈവമുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ഈ ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിലേക്ക് നോക്കുവാനുള്ള ഒരു ആത്മപ്രേരണ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിലേക്ക് നോക്കുവാനും ലോക ഇമ്പങ്ങളിൽ കണ്ണുകൾ മുടക്കുവാനും ലോകത്തിൻ്റെ സന്തോഷം മതി എന്നുള്ള ജീവിത അനുഭവങ്ങളിലൂടെ ലോക മാനവ ജനത കടന്നു പോകുകയാണ്. അതിൻ്റെ പരിണിത ഫലമായി പർവ്വതമായിരിക്കുന്ന കഷ്ടതകൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, രോഗാതുരമായിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ, മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയാത്ത അനുഭവങ്ങൾ, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ അഭിമുഖീകരിക്കുന്ന ലോക ജനതയ്ക്ക് നോമ്പ് എന്ന് പറയുന്നത് ദൈവമുഖത്തേക്ക് വീണ്ടും നോക്കുവാനുള്ള ഒരു അവസരമായിട്ട് വേണം നാം ഇതിനെ പരിഗണിക്കുവാൻ.
അപ്പോൾ ഒരു ചിന്തയുണ്ട്, നാം ദൈവത്തെ നോക്കുന്നവരല്ലയോ? തീർച്ചയായും നാം ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതായ പാപങ്ങൾ, പാപത്തിന്റെ ബന്ധനങ്ങൾ അറിഞ്ഞുകൊണ്ട് നാം ചില പാപങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നതായ ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പലപ്പോഴും നാം ഉപേക്ഷിക്കണമെന്ന് ബോധപൂർവം ആഗ്രഹിക്കുകയും നമ്മെ കൊണ്ട് അത് ഉപേക്ഷിക്കുവാൻ കഴിയാതെ അത് നമ്മെ വിടാതെ പിടിച്ചിരിക്കുന്നതായ ജീവിതാനുഭവങ്ങളിൽ നിന്നും ദൈവസഹായത്താൽ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കുവാനും ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് ലെന്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനമാണ്. പഴയ ഇംഗ്ലീഷിൽ ഇതിനെ ലെന്റൻ എന്ന് പറയുന്നതായ ഒരു വാക്കിനാൽ അറിയപ്പെടുന്നു. ഈ ലെന്റൻ എന്ന ഇംഗ്ലീഷ് പദം അതിനെ പറയപ്പെടുന്നത് വസന്തകാലം എന്നുള്ളതാണ്, അഥവാ സ്പ്രിംഗ് സീസൺ എന്നതിനെ പറയപ്പെടുന്നു. അപ്പോൾ ഈ വസന്തകാലം എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങൾ അഥവാ പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ അതിൻ്റെ ഇലയും എല്ലാം പൊഴിച്ച് പുതിയ ഇലകളും പൂക്കളും കായ്കളുമായി ഫലകരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമാണ് വസന്തകാലം എന്ന് പറയുന്നത്. അപ്പോൾ നോമ്പ് കാലഘട്ടത്തെ വസന്തകാലവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വസന്തകാലവും നോമ്പ് കാലവും വളരെ ആത്മീയമായ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നോമ്പാചരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധീകരണത്തിലൂടെ ഫലദായകമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനമാണ് അത് ഈ നോമ്പ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചില മാലിന്യങ്ങളുണ്ട്, ചില കറകളുണ്ട്, വിട്ടുപിരിയാൻ കഴിയാത്ത ചില പാപത്തിന്റെ ബന്ധനങ്ങളുണ്ട്, ചില അടിമത്തങ്ങളുണ്ട്. ഇത് ഈ നോമ്പാചരണത്തിലൂടെ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ പ്രാർത്ഥനയാൽ പുതുക്കപ്പെടുന്ന അനുഭവത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നാം ഒരു വസന്തകാലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ ഒരു ആരംഭമാണ് ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ അത് വേദപുസ്തകം നമുക്ക് നൽകുന്ന നല്ല ചിന്തകൾ. അതിൽ ഏറ്റവും നല്ല ഒരു ഉപാധി അത് ആത്മതപനം അഥവാ അനുതപിക്കുക എന്നുള്ളത് തന്നെയാണ്. അനുതപിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക, കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് തടസ്സം നിൽക്കുന്നു. ഈ ജീവിത സാഹചര്യങ്ങളുടെ തടസ്സങ്ങളിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യകതകളുണ്ട്. ഇപ്പോൾ നോമ്പ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുഗമിക്കുവാനുമുള്ളതായ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തിരക്കേറിയ ഒരു ജീവിതമാണ് ലോകമാനവ ജനതയുടെ ജീവിതം. ഈ തിരക്കേറിയ ജീവിതത്തിന്റെ മധ്യത്തിൽ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ വേറിട്ട് വന്ന് അല്പം ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ ദിവസവും ഒരല്പസമയം വേറിട്ട് ദൈവസന്നിധിയിൽ ദൈവവചനവുമായി ഇരിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ അനുതാപത്തിലൂടെ നയിക്കുകയും ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ഉപവാസം എന്ന് പറയുമ്പോൾ ഉപവസിക്കുക, അതായത് ദൈവത്തോടൊപ്പം വസിക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പലപ്പോഴും ലോകത്തോടുകൂടെ വസിക്കുവാനുള്ള ഒരു പ്രേരണ, ഒരു പ്രലോഭനം നമ്മുടെ ജഡം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വേറിട്ടുള്ളതായ ഒരു അനുഭവമാണ് നോമ്പാചരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരേണ്ടത്. അത് വേറിട്ട് ദൈവസന്നിധിയിൽ അല്പമൊന്നിരിക്കുക. എല്ലാ ദിവസവും വേദപുസ്തകവുമായി ഒന്ന് വേദഭാഗം വായിച്ച് അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവവുമായുള്ള ഒരു വിശുദ്ധ ബന്ധം നോമ്പാചരണത്തിലൂടെ നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് നമുക്ക് നൽകുന്ന ആത്മീയ പ്രേരണ പുതുക്കം പ്രാപിക്കുക അഥവാ രൂപാന്തരപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അത് ഈ നോമ്പാചരണം ഒരു ആചാര അനുഷ്ഠാനമായി തീർന്നു പോകാതെ നമ്മുടെ ഹൃദയവും ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിലൂടെ നമുക്കതിനെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മീയ ബന്ധത്തിലൂടെ നാം വളരുമ്പോഴാണ് ഈ നോമ്പ് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നത്, അനുതാപത്തിലൂടെ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയുന്നത്,
ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്കും രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്കും ഒരു വസന്തകാലത്തിലേക്കും നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നോമ്പാചരണം വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത സഭകൾ ഇന്ന് ആചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പൊതുവെ നാം അംഗീകരിക്കപ്പെടുന്നത് ഉയർപ്പിന് മുൻപുള്ളതായ 40 ദിവസമാണ് നോമ്പ് ആചരണത്തിനും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി നാം വേർതിരിക്കുന്നത്. AD 2-ാം നൂറ്റാണ്ടിൽ സഭാപിതാവായിരുന്ന ഐറേനിയസിന്റെ കാലത്താണ് ഉയർപ്പിന് മുൻപുള്ള 40 മണിക്കൂർ നോമ്പ് ആചരിക്കണമെന്ന് സഭ കൽപ്പിച്ചു. ഈ 40 മണിക്കൂർ പൂർണ്ണമായി ആഹാരം വർജിച്ചോ അല്ലെങ്കിൽ അത് ആഹാരം നിയന്ത്രിച്ചോ പൂർണ്ണമായി ദൈവവുമായുള്ള ആത്മീയ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഭവമായി അതിനെ സഭ പ്രഖ്യാപിച്ചു. തുടർന്ന് AD 3-ാം നൂറ്റാണ്ടിൽ അതിന്റെ മധ്യഭാഗം മുതൽ വിശുദ്ധവാരം മുഴുവനും നോമ്പാചരിക്കുന്ന ഒരു രീതി സഭയിൽ കടന്നു വന്നു. എന്നാൽ തുടർന്ന് ഏകദേശം 4-ാം നൂറ്റാണ്ടിലെ സഭാ കൗൺസിലിന് ശേഷമാണ് ഉയർപ്പിന് മുൻപുള്ള 40 ദിവസം, അതായത് ചാമ്പൽ ബുധനാഴ്ച മുതൽ നോമ്പാചരിക്കുന്നതായ ഒരു രീതി സഭയിൽ പ്രാധാന്യം അർഹിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും ഇപ്രകാരമുള്ള നോമ്പാചരണം സഭയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പല സഭകളിലും ചാമ്പൽ ബുധനാഴ്ച പ്രത്യേക ആരാധനയോടുകൂടെ നോമ്പ് ആചരിക്കുകയാണ്, നോമ്പ് ആരംഭിക്കുകയാണ് പതിവ്. അത് തലേ വർഷം കോസന്ന ഞായറാഴ്ച ഉപയോഗിച്ചതായ കുരുത്തോലകൾ ചുട്ട് അതിൻ്റെ ചാമ്പൽ കൊണ്ട് നെറ്റിയിൽ ക്രൂശിന്റെ അടയാളം വരയ്ക്കുകയും തുടർന്ന് നോമ്പ് ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ചാമ്പൽ നെറ്റിയിൽ ക്രൂശിന്റെ രൂപം വരയ്ക്കുന്നതിന് ചില അനുഭവങ്ങളുണ്ട്. അതിന് കാരണം മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ തിരികെ ചേരുമെന്നുള്ളതായ ഒരു ചിന്തയാണ് ഇതിലൂടെ മനുഷ്യന് നൽകുന്നത്. അതായത് മനുഷ്യൻ ഇന്ന് ഉന്നതികൾ പ്രാപിക്കുവാൻ, അത് എത്രത്തോളം ഉയരുവാനായിട്ട് കഴിയുമോ അത്രത്തോളം ഉയരുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികതയെ കുറിച്ച് അവനെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ തിരികെ ചേരും. ഇവിടെ ചാമ്പൽ ഒരു അടയാളമാണ്. അത് രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിക്കുന്നതായിട്ട് പഴയ നിയമ വേദഭാഗങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചാമ്പൽ എന്ന് പറയുന്നത് ഒരു അടയാളമാണ്, അത് പ്രതീകാത്മകമാണ്. ഒന്ന്, അത് മരണത്തെ കുറിക്കുകയാണ്. മരണം എല്ലാവർക്കും സംഭവിക്കും എന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ്. അപ്പോൾ നാം എത്ര തന്നെ ഉന്നതരായാലും എത്ര തന്നെ താഴ്ന്നവരായാലും മരണം എല്ലാവരെയും സന്ദർശിക്കുന്ന ഒരു അതിഥിയാണ്. നാം മരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. രണ്ടാമത്തെ ചിന്ത, പാപത്തെ കുറിച്ച് അനുദപിക്കുന്ന ഒരു അനുഭവവും ഈ ഒരു അടയാളം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ജനം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ അടയാളം അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെടുക എന്നുള്ളതാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ മാത്രമല്ല ജനവും രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജനം പാപം ചെയ്ത് അതിക്രമം കൊണ്ട് പെരുകുമ്പോൾ അവിടെ ഉപവാസങ്ങൾ പ്രഖ്യാപിക്കുകയും രാജാക്കന്മാർ മുതൽ അത് പ്രജകൾ വരെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അത് ഉപവസിക്കുന്ന കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ ചിന്ത, മെച്ചപ്പെട്ട ജീവിതത്തിനായി ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നാം ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതായ നമ്മുടെ ജീവിതയാത്ര ശരിയാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ അതിനുത്തരം എല്ലാവരുടെ ഹൃദയങ്ങളിൽ ലഭിക്കും. അപ്പോൾ നാം ഇന്നായിരിക്കുന്നതായ ഈ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഒരു മെച്ചപ്പെട്ട ജീവിത അനുഭവത്തിലേക്ക് ഉയരുവാനാണ് ഈ നോമ്പാചരണത്തിലൂടെ നാം ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ ചിന്ത, ദൈവത്തെ കൂടാതെ മനുഷ്യൻ വെറും പൊടിയും ചാമ്പലും മാത്രമാണ്. അതിനെ യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നതല്ല. ഈ ലോക ജീവിതയാത്രയിൽ ദൈവത്തെ പിരിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതയാത്രയിലായിരിക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികതയെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധമാണ്
നോമ്പാചരണത്തിലൂടെ നാം വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അഞ്ചാമത് നമുക്കിവിടെ കാണുന്നത് ക്രിസ്തുവിന്റെ മഹത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് നോമ്പാചരണം. കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ലോകമാനവ ജനതയുടെ പാപം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് താൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ മഹത്യാഗത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ വിനയപ്പെടുകയും നാം നോമ്പ് ആചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നോമ്പാചരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ക്ഷണികമായ ജീവിതത്തെ മഹത്വകരമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാക്കി തീർക്കുവാനായിട്ട് നമുക്ക് എപ്രകാരം കഴിയും, അതിനുള്ള ശ്രമങ്ങളാണ്. ഈ നോമ്പാചരണത്തിലൂടെ നാം ആർജിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. ഒന്ന്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് നാം നോമ്പാചരിക്കുക. ഏകമനുഷ്യനായി പാപവും പാപത്താൽ മരണവും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും ഒരു മോചനം അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ പാപം നമ്മെ വല്ലാതെ പിടിച്ചിരിക്കുകയാണ്. അവയെ വിട്ടുപിരിഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നുവെങ്കിലും അത് നമ്മെ വിടാതെ പിടിച്ചിരിക്കുന്നതായ അനുഭവങ്ങൾ. ഇവിടെ നോമ്പാചരണം എന്ന് പറയുന്നത് യേശുവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിലൂടെ അനുഭവിക്കുന്ന ഹൃദയത്തോടെ ഇങ്ങനെ നമ്മെ വിടാതെ പിടിച്ചിരിക്കുന്ന പാപത്തിൽ നിന്നും ഒരു മോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. നാം ക്രിസ്ത്യാനികളാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവമക്കളാണെങ്കിലും ചിലപ്പോഴൊക്കെ നാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചില പാപങ്ങളുണ്ട്. ഇവയിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നവർ അത് ഈ നോമ്പ് ആചരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, രോഗത്തിൽ നിന്നും മോചനം. ഈ ആധുനിക കാലഘട്ടം വളരെയധികം രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ലോകമാനവ ജനതയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മിൽ പൂർണ്ണാരോഗ്യമുള്ള ആരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതല്ല. ഇന്ന് പലപ്പോഴും രോഗങ്ങൾ മനുഷ്യനെ വല്ലാതെ ബന്ധിച്ചിരിക്കുന്നു. ആത്മീയതയും രോഗവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പ്രിയമുള്ളവരെ, ആത്മീയമായി നാം ഒരു വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ എത്തിച്ചേരുമ്പോൾ, നാം നോമ്പാചരണത്തിലൂടെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രോഗത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് പരിപൂർണമായ വിടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെന്നാകുന്നു വചനം പഠിപ്പിക്കുന്നത്. നാലാമത്, അടിമത്തങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വതന്ത്രർ എന്ന് അഭിമാനിക്കുന്നുവെങ്കിലും നാം അറിഞ്ഞോ അറിയാതെയോ ചില ബന്ധനങ്ങളിലും ചില അടിമത്തങ്ങളിലും ആയിരിക്കുകയാണ്. ഈ അടിമത്തങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് കഴിയുന്നില്ല. എത്ര കണ്ടതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിച്ചാലും അതിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് നാം വീണ്ടും അതിൻ്റെ അടിമത്വത്തിലേക്ക് വീണ്ടും പോകുന്നത്. ഒരു ഉദാഹരണം, മദ്യപാനികളായി ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും അതിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് അവർക്ക് കഴിയാതെ വരുമ്പോഴാണ് അവർ മദ്യപാനികളും ദുർമാർഗികളുമായി തീർന്ന് കുടുംബ ജീവിതം തകർച്ചയിൽ തലമുറകളുടെ നല്ല ഭാവജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയും അതിന് കാരണക്കാരായി നാം തീരുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടം ഒരു വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, നമ്മെ വിടാതെ പിടിച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വളരെ പ്രാർത്ഥനയോടുകൂടെ നോമ്പാചരിക്കുന്നുവെങ്കിൽ ഈ 40 നോമ്പ് കഴിയുമ്പോൾ നമ്മെ ബന്ധിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്, അതേ മദ്യപാനത്തിൽ നിന്നുള്ള മോചനം. അവിശ്വസ്തതയുടെ ചില ബന്ധങ്ങൾ പല കുടുംബ ജീവിതങ്ങളെയും ഇന്ന് ബാധിച്ചിട്ടുണ്ട്. ഈ ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നോമ്പ് നാം പ്രാർത്ഥനയോടുകൂടെ വിനയത്തോടുകൂടെ നാം ആചരിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അന്യായ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ചില സ്വഭാവ വൈകൃതങ്ങൾ നമ്മെ ബന്ധിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ബന്ധിച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ചിലർക്ക് മുൻദേഷ്യം, എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
പ്രിയമുള്ളവരെ, ഈ 40 നോമ്പ് നാം ആചരിക്കുമ്പോൾ ദൈവമേ എന്റെ സ്വഭാവ വൈകൃതങ്ങളെ ഒന്ന് മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയോടും അതിൽ ബോധപൂർവമായ ശ്രദ്ധയോടും നാം സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിനെ സൂക്ഷിച്ച് മനസ്സിലൊന്ന് ആലോചിച്ച് നാം സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള അടിമത്വങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ സഹായിക്കും. നാം അടിമത്വങ്ങളിലായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല, എങ്കിലും അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ബന്ധനങ്ങളുടെ നൂലാമാലകളിൽ പെട്ട് അതിൽ നിന്നൊരു മോചനം പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവരാണ് നമ്മൾ പലരും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർക്കറിയാം അത് എൻ്റെ ജീവിതത്തിന്റെ കുറവെന്താണ്, എൻ്റെ ജീവിതത്തിന്റെ കുറവെന്താണ്, എന്നെ ബന്ധിച്ചിരിക്കുന്നത് ഏത് പാപമാണ്. ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും ഒരു വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ സഹായിക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ഒരല്പസമയം ദൈവസ്ഥനിൽ ഇരിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. പ്രിയമുള്ളവരെ, നാം തിരക്കേറിയ ജീവിതം എന്ന് പറയുമെങ്കിലും എത്രയോ മണിക്കൂറുകളാണ് നാം ഓരോ ദിവസവും ദുർവ്യയം ചെയ്യുന്നത് മറന്നു പോകരുതേ. ടിവിയുടെ മുൻപിൽ, മൊബൈലിന്റെ മുൻപിൽ മറ്റ് കളി തമാശകളൊക്കെ പറഞ്ഞും നാം നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ നോമ്പാചരണ വേളകളിൽ അതൊക്കെ അല്പമൊന്ന് മാറ്റിവെച്ച് ദൈവസാന്നിധ്യത്തിൽ ഒരു അല്പസമയം ഇരിക്കുവാൻ സമയം കണ്ടെത്തുക. ദൈവമേ, ഈ നോമ്പ് കാലഘട്ടം അങ്ങയോടുകൂടെ അനുതാപത്തോടുകൂടെ ഞാൻ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു പുതുക്കം, ഒരു രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ നൽകി എന്നെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ അടിമത്വങ്ങളിൽ നിന്നും ഒരു പരിപൂർണമായ വിടുതൽ എനിക്ക് നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടെ ഈ നോമ്പ് നാളുകളിൽ നാം ദൈവത്തോടൊപ്പമായിരിക്കുക. നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ആത്മീയമായ ഒരു തീഷ്ണതയും ജീവിതവും ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധവും നാം സ്ഥാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ജീവിത വിശുദ്ധിയും ജീവിത വിജയവും നമ്മുടെ ജീവിതത്തിന് ഈ നാളുകളിൽ അനിവാര്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനേകരുടെ ജീവിതം എന്ന പരാജയത്തിന്റെ അനുഭവങ്ങളിലാണ്. ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതം മുൻപോട്ട് പോകുന്നില്ല. പലരും കണ്ണുനീരിന്റെ, വേദനയുടെ, നിരാശയുടെ അനുഭവങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെയാണ് നോമ്പാചരണത്തിന്റെ പ്രസക്തി. മക്കളുടെ നല്ല ഭാവി ജീവിതങ്ങൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഈ 40 നോമ്പ് ആചരിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഈ 40 നോമ്പ് ആചരിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണം. കടഭാരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഈ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ദുർമാർഗങ്ങളിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് ഈ 40 ദിവസം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഈ നോമ്പാചരണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരണത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കുന്നതായ അനുഭവങ്ങളായിരിക്കണമെന്നാകുന്നു വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പലരും ചിന്തിക്കുന്നത് പ്രകാരമാണ്, അത് മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയതായ ആഹാരങ്ങളൊക്കെ വർദ്ധിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നോമ്പാചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്നെ തന്നെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഇവ വർദ്ധിക്കുന്നതിനോടൊപ്പം അതിനും അപ്പുറമായി ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നാം ആയിരിക്കുക. നോമ്പാചരണം ദൈവത്തോടൊപ്പം വസിക്കുന്നതായ നല്ല നാളുകളാണ്. എല്ലാ ദിവസവും ഒരല്പസമയം വേർതിരിച്ച് ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നാമായി തീരുക. പ്രിയമുള്ളവരെ, ഈ 40 നാൾ നാം നോമ്പാചരിക്കുന്നതിന് വേദപുസ്തകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നാം ഈ ആധുനിക കാലഘട്ടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുമല്ലോ, അനേകർ 41 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കാറുണ്ട്. അവിടെ വാൾ പോസ്റ്റുകളൊക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. അത് ആ ഭാഗം നമുക്ക് പിന്നിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ 40 ദിവസം നാം ഉപവസിക്കുന്നതിന് കാരണം, നോഹയുടെ കാലത്തിൽ 40 രാവും 40 പകലും മഴ പെയ്തു. തിന്മ നിറഞ്ഞ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്നതിനും പുതുക്കത്തിൻ്റെതായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം ഈ ഭൂമിയിൽ ജലപ്രളയം വരുത്തിയത്. ഇപ്പോൾ ഈ ജലപ്രളയം ഈ ഭൂമിയെ വിശുദ്ധീകരിക്കുവാനും പാപത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയുള്ളതായ ദൈവിക പ്രവർത്തനമാണ്. അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് സഭ 40 നോമ്പാചരണത്തിലേക്ക്, ആ ഒരു ആത്മീയ തലങ്ങളിലേക്ക് വളരുവാനുള്ള കാരണം. 40 ദിവസത്തെ നോമ്പാചരണം
ശുദ്ധീകരണത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും ദിനങ്ങളായിരിക്കണം. അനുതാപത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയുമായ ദിവസങ്ങളായി ഈ സമയം നാം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതാണ്. ഈ 40 ദിവസം അനുതാപത്തോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അത് ആത്മീയ മഴ നമ്മുടെ ശരീരങ്ങളിലേക്ക് ഇറങ്ങുന്നതായ ഒരു അനുഭവമാണ്. നമ്മെ വിശുദ്ധീകരിക്കുന്ന അനുഭവങ്ങളാണ്. പാപങ്ങളെ കഴുകിക്കളയുന്ന അനുഭവങ്ങളാണ്. ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ നാം ആയിരിക്കുന്ന അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് ആചരണം എന്ന് പറയുമ്പോൾ ആത്മീയ മഴ നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വിശുദ്ധീകരണത്തിന്റെ നാളുകളായിരിക്കണം. ഇപ്പോൾ നോമ്പാചരണത്തിന് ഒന്നാമത്തെ കാരണം നോഹയുടെ കാലഘട്ടത്തിലുള്ള 40 ദിവസത്തെ വിശുദ്ധീകരണം തന്നെയാണ്. രണ്ടാമത് നാം ഇന്ന് വായിച്ചു കേട്ട മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തു യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചു. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടമാണ്. യേശു യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചപ്പോൾ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചതായിട്ട് അവിടെ വേദഭാഗത്ത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ വേദഭാഗം നാം ഒന്ന് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ, ഇവിടെ മരുഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കൊപ്പമുള്ള ഒരു ജീവിതത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പിശാചിന്റെ പരീക്ഷകളാണ് യേശുവിനെ അവിടെ കാത്തിരുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ പൈശാചിക പരീക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. കാട്ടുമൃഗങ്ങൾ, മൃഗതുല്യമായ ജീവിതാനുഭവങ്ങൾ, മൃഗവാസനകൾ, ജഡത്തിന്റെ ബന്ധനങ്ങൾ നമ്മെ ബന്ധിച്ചിരിക്കുന്നത് ഈ പൈശാചിക ചിന്തകളാണ് എന്നുള്ള കാര്യം പറഞ്ഞു പോകരുത്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ 40 ദിവസങ്ങൾ യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമത് പൈശാചിക പരീക്ഷണങ്ങളിൽ നിന്ന് ജയം നേടി. അപ്പോൾ ഈ നോമ്പാചരണത്തിലൂടെ നമ്മെ പരീക്ഷിക്കുന്ന പൈശാചിക ബന്ധനങ്ങളുണ്ട്. രോഗമായിരിക്കാം, പ്രലോഭനങ്ങളായിരിക്കാം, ജഡതുല്യമായ സ്വഭാവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മൃഗതുല്യമായ മൃഗവാസനകളായിരിക്കാം. ഇവയിൽ നിന്ന് ജയം നേടുവാനാണ് യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചതെങ്കിൽ നാം ഈ നോമ്പ് ആചരിക്കുന്നതും നമ്മെ പരീക്ഷിക്കുന്ന പൈശാചിക ചിന്തകളിൽ നിന്ന് ജയം നേടുവാൻ തന്നെയാണ്. അപ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ ഈ പദം ഇവിടെ മർക്കോസ് സുവിശേഷകൻ വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ ഇവിടെ മർക്കോസ് സുവിശേഷകൻ മരുഭൂമി അഥവാ കാട്ടുമൃഗങ്ങൾ, അതിനോടൊപ്പം പൈശാചികൻ, ഈ 3 കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഈ മരുഭൂമിയിലേക്ക് യേശുവിനെ പോകുവാൻ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ഉഴറി നടന്നതായ ഒരു ജീവിതത്തെ കുറിക്കുന്നു. ഈ 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ഉഴറി നടന്നപ്പോൾ പൈശാചിക പ്രലോഭനങ്ങളിലെല്ലാം അവർ വീണു. ആ വീഴ്ച പാപത്തിലേക്ക് അവരെ നയിച്ചു. ആ പാപം മരണകരമായ അനുഭവങ്ങളിലേക്ക് അവരെ എത്തിച്ചു. അവരിൽ ആർക്കും കനാൻ നാട് കാണുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന് ഇവിടെയുള്ള പ്രത്യേകത, ഈ 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പരീക്ഷിച്ച പൈശാചികനെ യേശു എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത്. യേശു ജയം കണ്ടെത്തി. അതേ അനുഭവത്തിലൂടെ വേണം നാം നോമ്പാചരിക്കുവാൻ. യേശു 40 ദിവസം ഉപവസിച്ചപ്പോൾ ഒന്നാമത് ദൈവവചനമാണ് യേശു ഉപയോഗിച്ചത്. പൈശാചികന്റെ പരീക്ഷകളെ ജയിക്കുവാൻ യേശു വചനവുമായി നിരന്തര ബന്ധം പുലർത്തി. മാത്രമല്ല, ഉപവസിച്ചു, ദൈവത്തോടൊപ്പം വസിച്ചു. ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് പൈശാചികന്റെ പ്രലോഭനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ട് ഒരു വിശുദ്ധീകരണത്തിലൂടെ തന്റെ പരശുശ്രൂഷയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെട്ടുകൊണ്ട് യേശു പുറത്തേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഈ നോമ്പാചരണത്തിലൂടെ
ആർജിക്കേണ്ടതും ഇതേ ജീവിത വിജയവും ഇതേ ഒരു വിജയകരമായ ജീവിത അനുഭവങ്ങൾ തന്നെയായിരിക്കണം. എല്ലാ വർഷവും നോമ്പാചരിച്ചു, ഈ വർഷവും നോമ്പാചരിച്ചു എന്നുള്ള ആ ഒരു അനുഭവത്തിലല്ല. ഈ വർഷം നമ്മുടെ നോമ്പാചരണം എന്ന് പറയുന്ന യേശുവിന്റെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമായ ഒരു അനുഭവം അവിടെ യേശു മരുഭൂമിയിലേക്ക് കടന്നുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നു, കാട്ടുമൃഗങ്ങൾക്കൊപ്പമാണ് യേശു വസിച്ചത്. അത് മാത്രമല്ല, യേശുവിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് പൈശാചികനായിരുന്നു അവിടെ. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ മൃഗവാസനകൾ അതിനെ നമുക്ക് ജഡമോഹങ്ങളിൽ ഉൾപ്പെടുത്താം. തുടർന്ന് പൈശാചിക ചിന്തകൾ, വൈരാഗ്യ ബുദ്ധികൾ, നാം പാപത്തിൽ വീണു പോകുവാനുള്ള നമ്മെ പ്രലോഭിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ, ഇവയെ അതിജീവിക്കുവാനാണ് യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം നാം ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ജനം പ്രയാണത്തിൽ വീണപ്പോൾ യേശു മരുഭൂമിയിലെ തന്നെ 40 നാൾ കൊണ്ട് അത് എല്ലാ പ്രലോഭനങ്ങളെയും വചനമെന്ന വാൾ ഉപയോഗിച്ച് വിജയിച്ച് വിജയശ്രീലാളിതനായി തന്റെ ജീവിത വിജയം അവിടെ ആരംഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ജീവിത പരാജയം അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നോമ്പ് ആചരണത്തിലൂടെ എങ്ങനെ ജീവിതം വിജയകരമായ അനുഭവമാക്കി തീർക്കാം എന്ന് നമുക്ക് യേശു തമ്പുരാൻ കാണിച്ചു തരുന്ന ഒരു വേദഭാഗമാണത്. നമ്മുടെ ജീവിതം യേശുവിനോടൊപ്പമായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ 40 ദിവസം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വചനവുമായുള്ള നിരന്തരമായ ബന്ധത്തിൽ നാം ആയിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന് ഈ ജീവിതയാത്രയിൽ നമ്മെ പ്രലോഭിപ്പിക്കുന്ന പൈശാചികന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ഈ 40 ദിവസത്തെ നോമ്പാചരണത്തിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ഉള്ളിലെ കാട്ടുമൃഗങ്ങളുടെയും നമ്മുടെ ഉള്ളിൽ പതിയിരിക്കുന്ന മൃഗവാസനകളുടെയും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകൂടിയിരിക്കുന്ന പൈശാചിക ചിന്തകളെയും ജഡത്തിന്റെ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു ആത്മീയ വിജയം കൈവരിച്ച് ഒരു ആത്മീയതയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. നാം ആത്മാർത്ഥമായി ഈ ഉപവാസ കാലഘട്ടങ്ങൾ, ഈ നോമ്പ് കാലഘട്ടം പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, ഞാൻ ആലോചന പറയുന്ന നമ്മുടെ സഭയിൽ എല്ലാ കുടുംബങ്ങളും ഈ നോമ്പാചരിക്കണം എന്നുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അവരുടെ ജീവിത വിജയത്തിന് വേണ്ടി ഈ നോമ്പാചരിക്കണം. കുടുംബ ജീവിതങ്ങളിലായിരിക്കുന്നവർ അവരുടെ കുടുംബ ജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടി ഈ നോമ്പാചരിക്കണം. വിവിധ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധികളിലായിരിക്കുന്നവർ ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഈ നോമ്പ് ആചരിക്കണം എന്നുള്ളതാണ്. വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് ശിവഖേര. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം നിങ്ങൾക്കും വിജയിക്കുവാനാകും എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം വിജയത്തെ നിർവചിച്ചിരിക്കുന്നത് പ്രകാരമാണ്: മഹത്തായ ഒരു ലക്ഷ്യം പടിപടിയായി പൂർത്തീകരിക്കുന്നതാണ് വിജയം എന്നുള്ളതാണ്. അതായത് മഹത്തായ ഒരു ലക്ഷ്യം പടിപടിയായി പൂർത്തീകരിക്കുന്നതാണ് വിജയം. ഇവിടെ പടിപടിയായി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതം ഒരു പ്രയാണമാണ്. പ്രിയമുള്ളവരെ, ലക്ഷ്യം നേടിയതിന് ശേഷം ഈ പ്രയാണം അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നതും ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയായി അതിനെ ക്രമീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയും. ഇന്ന് പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങൾക്ക് വിജയിക്കുവാനുള്ള ഒരു ആത്മീയ അനുഭവമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്. വിജയത്തിലേക്കുള്ള ഒരു യാത്ര ഇവിടെ തുടക്കം കുറിക്കുകയാണ്. യേശുവിനോടൊപ്പം നിങ്ങൾ ഈ നോമ്പാചരിക്കുകയും ഈ 40 ദിവസം നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിത വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടിയിലേക്ക് നമുക്ക് കയറുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള ജീവിതത്തിൽ ദൈവവുമായുള്ളതായ ഒരു ആത്മീയ ബന്ധത്തിൽ നമുക്ക് ആയിരിക്കുന്നുവെങ്കിൽ എങ്ങനെ വിജയകരമായി ഒരു ജീവിതം
പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുമെന്ന് ഈ ലോകത്തോട് നമുക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും. ഇവിടെ വിജയം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. അത് ഒരു ജീവിതയാത്രയുടെ ആരംഭമാണ്. ആ ജീവിതയാത്ര ദൈവവുമായുള്ളതായ ഒരു ആത്മീയ ബന്ധത്തിലായിരിക്കുമ്പോഴാണ് ആ ജീവിതം വിജയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ നോമ്പ് ജീവിത വിജയത്തിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സഭയിലെ സകല കുടുംബങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ